ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LDC LGS പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. മൊത്തം 30 ചോദ്യങ്ങളാണുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ് സുജലം. കേരളത്തിലെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. സുജലം പദ്ധതി എന്നത് കേരളത്തിലെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ജേഴ്സി നമ്പർ 7 പിൻവലിച്ചത് ഏതു മുൻ താരത്തോടുള്ള ആദരസൂചകമായാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹേന്ദ്ര സിംഗ് ധോണി. മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദരസൂചകമായാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ജേഴ്സി നമ്പർ 7 പിൻവലിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ജേഴ്സി നമ്പർ 7 പിൻവലിച്ചത് ഏതു മുൻ താരത്തോടുള്ള ആദരസൂചകമായാണ്? മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദരസൂചകമായാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. റെയിൽവേ ബജറ്റും പൊതു ബജറ്റും വീണ്ടും ഒന്നിപ്പിച്ച് അവതരിപ്പിച്ച വർഷം 2017. 2017 റെയിൽവേ ബജറ്റും പൊതു ബജറ്റും വീണ്ടും ഒന്നിച്ച് അവതരിപ്പിച്ച വർഷം. ഇന്ത്യൻ റെയിൽവേ ദേശീയവൽക്കരിച്ച വർഷം 1951. 1951 ഇന്ത്യൻ റെയിൽവേ ദേശീയവൽക്കരിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് 1853. 1853 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. റെയിൽവേ ബജറ്റും പൊതു ബജറ്റും വീണ്ടും ഒന്നിച്ച് അവതരിപ്പിച്ചത് 2017. ഇന്ത്യൻ റെയിൽവേ ദേശീയവൽക്കരിച്ച വർഷം 1951. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1853. അടുത്ത ചോദ്യം നോക്കാം. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ് ഗ്രാമീണ മേഖലകളിൽ ചികിത്സാ സഹായം എത്തിക്കുന്ന ട്രെയിൻ സർവീസ്. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് കുമരകമാണ്. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനമാണ്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല ഇടുക്കിയാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതമാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി, പെരിയാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. അടുത്ത ചോദ്യം നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വളയുന്നതായി കാണപ്പെടുന്ന പ്രതിഭാസത്തിനു പറയുന്ന പേര്. ഉത്തരം ഓപ്ഷൻ ബി ആണ് റിഫ്രാക്ഷൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള
മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വളയുന്നതായി കാണപ്പെടുന്ന പ്രതിഭാസത്തിനു പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്നത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്ത സാന്ദ്രതയുള്ള മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ വളയുന്നതായി കാണപ്പെടുന്ന പ്രതിഭാസത്തിന് പറയുന്നതാണ് റിഫ്രാക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിനു രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിനു രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിനു രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ്. ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിനു രൂപം നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മജുലി ദ്വീപ്. മജുലി ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ദ്വീപ് ജില്ല മജുലി ദ്വീപാണ്. അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷ വായുവിൽ ഏതിൻ്റെയെല്ലാം അളവിലുള്ള വർധനയാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 2, 4, 5. മീഥേൻ, CFC, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ അളവ് അന്തരീക്ഷ വായുവിൽ വർദ്ധിക്കുമ്പോഴാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. അന്തരീക്ഷ വായുവിൽ മീഥേൻ, CFC, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വർധനവാണ് ആഗോളതാപനത്തിന് കാരണമാകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡിസംബർ 5. ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനം ആചരിക്കുന്നത്. ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ലോങ് ജംപ് താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് എം ശ്രീശങ്കർ. എം ശ്രീശങ്കറിനാണ് 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ലോങ് ജംപ് താരം. 2023 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ലോങ് ജംപ് താരം എം ശ്രീശങ്കർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. AK ഗോപാലനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവ് AK ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് AK ഗോപാലനാണ്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും AK ഗോപാലനാണ്. AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവ്. പാവങ്ങളുടെ പടത്തലവൻ AK ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് AK ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ച നേതാവ് AK ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചു. AK ഗോപാലനാണ് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണിയും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് പുറനാനൂറ്. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണിയും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതിയാണ് പുറനാനൂറ്. പുറനാനൂറ് എന്ന സംഘകാല കൃതിയിലെ വരികളാണ് മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണിയും തിരിച്ചറിയാൻ പാടില്ലാതായി എന്നത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്
INS ഇംഫാൽ. INS ഇംഫാലാണ് 2021 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. അടുത്ത ചോദ്യം നോക്കാം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് EV രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ EV രാമകൃഷ്ണനാണ്. EV രാമകൃഷ്ണനാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യം ജയം നേടിയപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഹർമൻപ്രീത് കൗർ. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ്. ഹർമൻപ്രീത് കൗറാണ് വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ജയം നേടിയപ്പോൾ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് നമ്മൾ നോക്കുന്നത്. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന് താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും നൽകണം. കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിളി, പരുത്തി, പഞ്ചസാര, പുകയില തുടങ്ങിയ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പിളി, പരുത്തി, പഞ്ചസാര, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്നാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിൽ പറയുന്നത്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം എന്നും മെർക്കന്റിലിസ്റ്റ് നിയമത്തിൽ പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 21A. അനുച്ഛേദം 21A ആണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന അനുച്ഛേദം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. തന്നിട്ടുള്ള പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഏതൊക്കെയെന്ന് നോക്കാം. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണാണ്. ഡെൻഡ്രോണാണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അപ്പോൾ ആക്സോൺ എന്നത് കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവാണ്. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ആക്സോൺ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണാണ്. കോശശരീരത്തിൽ നിന്നുള്ള ഏറ്റവും നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന ഭാഗമാണ് ആക്സോൺ. അടുത്ത ചോദ്യം നോക്കാം. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻഡലിൻ്റെ ഭാഗമായ ഭൗമപാളിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അസ്തനോസ്ഫിയർ. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻഡലിൻ്റെ ഭാഗമായ ഭൗമപാളിയാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ ആണ്
ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മാൻലിൻ്റെ ഭാഗമായ ഭൗമപാളി. അടുത്ത ചോദ്യം നോക്കാം. അയ്യോ, ഈ പുസ്തകം കീറിപ്പോയല്ലോ. അയ്യോ എന്ന പദം? ഉത്തരം ഓപ്ഷൻ സി ആണ് വ്യാക്ഷേപകം. അയ്യോ, ഈ പുസ്തകം കീറിയല്ലോ എന്ന വാക്യത്തിലെ അയ്യോ എന്ന പദം വ്യാക്ഷേപകമാണ്. തന്നിരിക്കുന്ന വാക്യത്തിലെ അയ്യോ എന്ന പദം വ്യാക്ഷേപകമാണ്. അടുത്ത ചോദ്യം. ആദ്യം വാചകമായത് പിന്നീട് രൂപമാറ്റം വന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് അവ്യയം. ആദ്യം വാചകമായത് പിന്നീട് രൂപമാറ്റം വന്ന അവ്യയമാണ്. ആദ്യം വാചകമായത് പിന്നീട് രൂപമാറ്റം വന്ന അവ്യയമാണ്. അടുത്ത ചോദ്യം നോക്കാം. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2 മാത്രം ശരി. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതിലെ ഘടകപദം എങ്കിലുമാണ്. എങ്കിലും എന്നതാണ് കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല എന്നതിലെ ഘടകപദം. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ ദ്യോതകം അല്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിശേഷണം. അപ്പോൾ ഗതി, അവ്യയം, ഘടകമൊക്കെ ദ്യോതകമാണ്. ഈ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ദ്യോതകമല്ലാത്തത് വിശേഷണമാണ്. അപ്പോൾ ദ്യോതകമാണ് ഗതി, അവ്യയം, ഘടകം എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. വി നെവർ ഡ്രിങ്ക് കോഫി. ഉത്തരം ഓപ്ഷൻ എ ആണ് ഡു വി. വി നെവർ ഡ്രിങ്ക് കോഫി, ഡു വി? അടുത്ത ചോദ്യം നോക്കാം. ഐ ഹാർഡ്ലി സ്മോക്ക് എനിമോർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡു ഐ. ഐ ഹാർഡ്ലി സ്മോക്ക് എനിമോർ, ഡു ഐ? ഐ ഹാർഡ്ലി സ്മോക്ക് എനിമോർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡു ഐ. ഐ ഹാർഡ്ലി സ്മോക്ക് എനിമോർ, ഡു ഐ? അടുത്ത ചോദ്യം നോക്കാം. പീപ്പിൾ വൺസ് തോട്ട് ദാറ്റ് ദ എർത്ത് വാസ് ഫ്ലാറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡിഡിന്റ് ദേ. People once thought that the earth was flat, didn't they? അടുത്ത ചോദ്യം നോക്കാം. Little progress has been made. ഉത്തരം ഓപ്ഷൻ എ ആണ് has it. Little progress has been made, has it? ഇന്നത്തെ ഈ മോക്ക് ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 26 ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.